ഹലോ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്കായി മറ്റൊരു കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. കഥയുടെ പേരാണ് വിത്തുവിതക്കാരൻ. ഒരിക്കൽ ഒരു വിത്തുവിതക്കാരൻ വിത്ത് വിതയ്ക്കാനായി അതിരാവിലെ പാടത്തേക്ക് പോയി. അവൻ തൻ്റെ കുട്ടയിൽ നിന്നും വിത്തുകളൊക്കെ വിതച്ചപ്പോൾ കുറേ വഴിയിൽ വീണു. അപ്പോൾ തന്നെ കുറേ പക്ഷികൾ വന്ന് തിന്നു. വേറെ ചിലതാകട്ടെ മണ്ണ് അധികമില്ലാത്ത പാറമേലാണ് വീണത്. മണ്ണിന് ആഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. എന്നിട്ടോ സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാത്തതിനാൽ വേഗം കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വീണതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തും വീണു. അത് 100 മേനിയായും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. അങ്ങനെ ഈ ഉപമയെപ്പോലെ ദൈവവചനം ഗ്രഹിക്കാതെ അവ നഷ്ടപ്പെടുത്തുന്ന വഴിയരികിൽ വീണ വിത്തുകളെപ്പോലെയും വചനത്തെ പ്രതിക്ലേശങ്ങളും പീഡകളും ഉണ്ടാകുമ്പോൾ ആഴത്തിൽ വേരില്ലാത്തതിനാൽ വീണുപോകുന്ന പാറപ്പുറത്ത് വീണ വിത്തുകളെപ്പോലെയും ലൗകിക വ്യഗ്രതയിലും ഞെരുക്കപ്പെടുന്ന മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകളെപ്പോലെയും ആകാതെ ദൈവവചനം ഗ്രഹിച്ച് അവ ഹൃദയത്തിൽ സൂക്ഷിച്ച് 100, 60, 30 മേനി വിളവ് നൽകാൻ കഴിയട്ടെ.